ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 40-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം 41. ശ്ലോകം 41 വായിക്കാം. ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ. 11 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. ഉത്ഭവ, ക്ഷോഭണ, ദേവ, ശ്രീഗർഭ, പരമേശ്വര, കരണം കാരണം കർത്ത വികർത്ത ഗുഹ ഗഹനഃ ഗുഹ 11 നാമങ്ങൾ ഒന്നുകൂടെ പറയാം. ഉത്ഭവ, ക്ഷോഭണ, ദേവ, ശ്രീഗർഭ, പരമേശ്വര, കരണം കാരണം കർത്ത വികർത്ത ഗഹനഃ ഗുഹ. ഇതാണ് നാമങ്ങൾ. ഇനി നമുക്ക് ഓരോ നാമം എടുത്തിട്ട് നോക്കാം. ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ. ആദ്യത്തെ നാമം ഉത്ഭവ. ഉത്ഭവ എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ ഉപാദാന കാരണമായവൻ. രണ്ടാമത്തെ അർത്ഥം സൃഷ്ടിയിൽ പലതായി ഉത്ഭവിച്ചവൻ. മൂന്നാമത്തെ നാമം പല അവതാരങ്ങളും എടുത്തവൻ. ഇങ്ങനെ 3 അർത്ഥം. പ്രപഞ്ചത്തെ ഉത്ഭവിപ്പിച്ചത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ പ്രപഞ്ചത്തിന് മൂലകാരണമായതുകൊണ്ട് ഉത്ഭവൻ. ജീവാത്മാക്കൾക്ക് അവരുടെ പ്രാരബ്ധ കർമ്മങ്ങളനുസരിച്ച് സഞ്ചിത കർമ്മങ്ങൾ അവസാനിക്കുന്നവരെ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നത് കൊണ്ട് ഭഗവാൻ ഉത്ഭവൻ. പിന്നെ പുനർവസുവാണല്ലോ ഭഗവാൻ. ക്ഷേത്രജ്ഞൻ്റെ രൂപത്തിൽ ശരീരങ്ങളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉത്ഭവൻ എന്ന് ഭഗവാന് പേര്. കൂടാതെ ധർമ്മ സംസ്ഥാപനത്തിനായി മത്സ്യം, കൂർമ്മം തുടങ്ങിയ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടും ഭഗവാനെ ഉത്ഭവൻ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഭഗവാൻ ഉത്ഭവൻ. അടുത്ത നാമം ക്ഷോഭണ. ക്ഷോഭണ എന്ന് പറഞ്ഞാൽ ക്ഷോഭിപ്പിക്കുന്നവൻ. യോഗനിദ്ര അവസാനിപ്പിച്ച് സമയജ്ഞനായ ഭഗവാൻ നിർവികാരനായ പുരുഷനിലും വികാരവതിയായ പ്രകൃതിയിലും പ്രവേശിച്ച് അവയെ ക്ഷോഭിപ്പിച്ച് സൃഷ്ടിക്ക് ഉപാദാന കാരണം ആയി വർത്തിക്കുന്നു. അതുകൊണ്ട് ക്ഷോഭണൻ എന്ന് ഭഗവാന് പേര്. വിഷ്ണുപുരാണത്തിൽ പറയും, പ്രകൃതിയും പുരുഷം ചൈവ പ്രവിശ്യാൽമേച്ഛയാ ഹരി പ്രവിശ്യ ക്ഷോഭയാമാസ സർവകാലേ വ്യയാഖ്യയൗ എന്ന്. മഹാവിഷ്ണുവായ പരമാത്മാവ് തൻ്റെ ഇച്ഛയനുസരിച്ചാണ് ചെയ്യുന്നത്. താൻ പലതാകണം എന്ന് ഇച്ഛിച്ചു. അപ്പം പലതായി തീർന്നു. ആത്മാവില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തേജസ്സു ഓജസ്സുമായ പുരുഷനെയും വികാരവതിയായ പ്രകൃതിയെയും ക്ഷോഭിപ്പിച്ച് ജീവനുകൾക്ക് ചലനം നൽകി ലോകത്തെ സജീവമാക്കുന്നത് വിഷ്ണുവാണ്. അതുകൊണ്ട് ഭഗവാന് പേര് ക്ഷോഭണ. ഇനി അടുത്ത നാമാണ് ദേവ. ദേവൻ എന്ന് പറഞ്ഞാലോ, ഒന്നാമത്തെ അർത്ഥം ക്രീഡിക്കുന്നവൻ എന്നൊരർത്ഥം, 2 ജയിക്കുന്നവനെന്ന് വേറൊരർത്ഥം, 3 പ്രകാശിക്കുന്നവനെന്ന്, 4 സ്തുതിക്കപ്പെടുന്നവനെന്ന്. അപ്പം
ഇവിടെ 4 അർത്ഥങ്ങളാണ് തന്നിരിക്കുന്നത്. മുന്നൂറ്റി നാമത്തിൽ 5 അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതായത് വാസുദേവൻ എന്ന ഇതിന് അല്ലേ, വസുദേവപുത്രൻ എന്നും ചതുർവ്യൂഹത്തിൻ്റെ നായകനായ വാസുദേവനെന്നും, അതായത് 332 നാമം ചതുർവ്യൂഹത്തിൻ്റെ നായകനായ വാസുദേവനെന്നും, എല്ലാ സൃഷ്ടികളിലും വസിക്കുന്നവനെന്നും, എല്ലാ സൃഷ്ടികളും തന്നിൽ വസിക്കുന്നവനെന്നും, മായ കൊണ്ട് മറയ്ക്കുന്നവനെന്നും അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ദേവശബ്ദത്തെ ദിവ്യതീതി ദേവ എന്ന് വിഗ്രഹിക്കുകയാണെങ്കിൽ വാസുദേവ എന്ന നാമത്തിലെ ദേവശബ്ദത്തിന് ഉള്ള അർത്ഥമുണ്ട്. നീ സൃഷ്ടി സ്ഥിതി സംഹാരമെല്ലാം ഭഗവാന്റെ ക്രീഡ മാത്രമായതുകൊണ്ട് ഭഗവാന് ദേവ എന്ന് പേര്. ഇനി ശിവനും വിഷ്ണുവും ഒന്ന് തന്നെയാണെന്ന് ശിവാനന്ദ ലഹരിയിൽ ക്രീഡാർത്ഥം സൃജസി പ്രപഞ്ചമഖിലം ക്രീഡാമൃഗാസ്തേ ജനാഹ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ 306 നാമത്തിലും 307 നാമത്തിലും സഹസ്രജിത്ത് എന്നും അനന്തജിത്ത് എന്നുമുള്ള നാമങ്ങൾ. ഇതെല്ലാം കൊണ്ടും ഭഗവാൻ ദേവനാണ്. ബ്രഹ്മാവ്, സനകാദികൾ, നാരദൻ തുടങ്ങിയവർ ഭഗവാനെ സദാ സ്തുതിക്കുന്നു. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ കേനോപനിഷത്ത് ശ്രോത്രം, ചക്ഷു എന്ന് പറഞ്ഞാൽ കണ്ണ്, ശ്രോത്രം എന്ന് പറഞ്ഞാൽ ചെവി, കാവു ദേവോയുനക്തി എന്ന് കേനോപനിഷത്തിൽ. അതായത് ഏതൊരു ദേവനാണ് കണ്ണിനെയും കാതിനെയും നിയോഗിക്കുന്നത് എന്ന ചോദ്യരൂപത്തിലാണത്. അപ്പം ആ ദേവൻ മഹാവിഷ്ണു തന്നെ എന്ന്. അതുകൊണ്ട് ഇനി ഉപനിഷത്തിൽ പിപ്പലാദമുനി ശിഷ്യനായ ഭാർഗവനോട് ആകാശം തന്നെയാവുന്നു ഈ ദേവൻ എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. ആകാശോ ഹവ യേശവാ ദേവഹ എന്ന്. അതുകൊണ്ടും ഭഗവാൻ ദേവ. ഇനി അടുത്ത നാമം ശ്രീഗർഭ. ശ്രീ എന്ന ഭഗവാന്റെ വിഭൂതി, ഉദരാന്തർഭാഗത്തുള്ളവൻ. ശ്രീ ഉദരാന്തർഭാഗത്തുള്ളവൻ. ഭഗവാന്റെ വിഭൂതികൾ എണ്ണമില്ലാത്തവയാണ്. ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ഭഗവാൻ ലയന സമയത്ത് ലോകങ്ങളെ ഉദരത്തിൽ സൂക്ഷിക്കുന്നു. 367 നാമത്തിൽ ദാമോദര എന്ന നാമത്തിലും അത് വന്നു അല്ലേ. അപ്പം മഹാവിഷ്ണു ശ്രീഗർഭനാണ്. ഇനി വേറെന്ന് പറഞ്ഞാൽ ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ലക്ഷ്മി, സമ്പത്ത്, ധനം, ഇതെല്ലാം ഭഗവാനിൽ തന്നെ ഉണ്ട് അല്ലേ. ലക്ഷ്മി ദേവി ഭഗവാന്റെ കൂടെയുള്ളപ്പം അതുകൊണ്ടും ശ്രീഗർഭൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പരമേശ്വര, അത്യുത്കൃഷ്ടനായ ഈശ്വരൻ അല്ലേ. പരമനും ഈശ്വരനുമായവൻ പരമേശ്വരൻ. ശാസ്താവായി ശാസനം നൽകുന്നതിനാൽ ഈശ്വരൻ. ദേവ എന്ന നാമത്തിൽ 375 നാമത്തിൽ ദ്യുതി എന്ന അർത്ഥത്തിൽ എല്ലാ ഭൂതങ്ങളിലും പ്രകാശിക്കുന്നവനെന്ന് പറഞ്ഞു. എല്ലാ ഭൂതങ്ങളിലും സമമായി സ്ഥിതി ചെയ്യുന്നവൻ, അത്യുത്കൃഷ്ടനായ ഈശ്വരൻ എന്ന അർത്ഥത്തിൽ പരമേശ്വരൻ എന്ന പരാമർശം. അത് ഭഗവത്ഗീതയിൽ 13 അധ്യായത്തിൽ 27 ശ്ലോകത്തിൽ സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം എന്ന് പറഞ്ഞിട്ടുണ്ട്. പരമേശ്വരൻ ശിവനാമമാണ്. ശിവനും വിഷ്ണുവും ഒന്ന് തന്നെയാണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാകുന്നു. അടുത്ത നാമം കരണം. വിശ്വോൽപത്തിക്ക് മുഖ്യമായ സാധനമായതുകൊണ്ട്, ഭഗവാൻ മുഖ്യ കാരണമായതുകൊണ്ട് കരണം എന്നാൽ ഏതൊരു വസ്തുവിൻ്റെയും ഉൽപാദനത്തിന് അത്യാവശ്യമായത് എന്നർത്ഥം. മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ആ മൂല കാരണമില്ലെങ്കിൽ വസ്തു ഉണ്ടാകില്ല അല്ലേ. സ്വർണമില്ലെങ്കിൽ സ്വർണ്ണാഭരണം എങ്ങനെ ഉണ്ടാവും? മണ്ണില്ലെങ്കിൽ മൺപാത്രം എങ്ങനെ ഉണ്ടാവും? അതുപോലെ എന്നർത്ഥം. അടുത്ത നാമം കാരണം. കാരണം എന്ന് പറഞ്ഞാൽ ഹേതു.
ഇപ്പം കരണത്തിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കരണം പരബ്രഹ്മത്തിൻ്റെ സങ്കല്പം, അതാണ് സൃഷ്ടിക്ക് ഒഴിച്ചുകൂടാൻ പാടാത്ത, അതാണ് കരണം. അതുകൊണ്ട് ഭഗവാൻ കരണം. അടുത്തത് കാരണം, ഹേതു. ഉപാദാന കാരണവും നിമിത്ത കാരണവും ഭഗവാൻ തന്നെ. അപ്പോൾ ഒരു സാധനത്തിൻ്റെ അധിഷ്ഠാന വസ്തുവാണ് കാരണം, അല്ലേ? മഹാവിഷ്ണു ആണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് ഭഗവാന് കാരണം എന്നു പേര്. വിശ്വം കാണിക്കാൻ വേണ്ടി, ദൃശ്യമാക്കുവാൻ വേണ്ടി മായ, കാലം, ജീവാത്മാക്കൾ ഇവയെല്ലാം ഭഗവാൻ തന്നെ നിമിത്ത കാരണമായി. ഈ പറഞ്ഞ എല്ലാം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് രണ്ട് കാരണങ്ങളും ഭഗവാൻ തന്നെയാണ്. അടുത്ത നാമം കർത്ത. സ്വതന്ത്രമായി കർമ്മം ചെയ്യുന്നവൻ കർത്ത, അതാണ് അർത്ഥം. അപ്പം മറ്റാരുടെയും സഹായമില്ലാതെ ഭഗവാൻ സൃഷ്ടിക്കുന്നു, വിശ്വത്തെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ കർത്ത. സ്വതന്ത്രത കർത്ത എന്നാണ് പാണിനി മഹർഷി ഭഗവാനെ പറ്റി പറയുന്നത്. അപ്പം അന്യൻ്റെ ചൊൽപ്പടിക്കല്ല ഭഗവാൻ പ്രവർത്തിക്കുന്നത്. നമ്മളിലെല്ലാം സ്ഥിതി ചെയ്ത് ഭഗവാൻ നമ്മെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ സുഖദുഃഖങ്ങളിലേക്ക് നമ്മളെ വലിച്ചിടുന്നതും ഭഗവാൻ തന്നെ. ഭഗവാന്റെ ആജ്ഞയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പം എല്ലാം നടക്കുന്നത് ഭഗവാൻ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെക്കൊണ്ടെല്ലാം ചെയ്യിക്കുന്ന നമ്മുടെ കർത്താവ് ഭഗവാൻ തന്നെ ആയതുകൊണ്ട് കർത്ത എന്ന് ഭഗവാന് പേര്. അടുത്ത നാമം വികർത്ത, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. വിവിധമായും വിചിത്രമായും പ്രവർത്തിക്കുന്ന കർത്ത. ഒന്നുപോലെ മറ്റൊന്നില്ല, പല രൂപങ്ങളിൽ സൃഷ്ടി നടത്തുന്നു. അതുകൊണ്ട് വികർത്ത. വികാരരഹിതനായ ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്ന കേവലം ക്രീഡയ്ക്ക് വേണ്ടിയാണ്, ക്രീഡാരസത്തിനു വേണ്ടി. അവയുടെ മേൽ ചൊരിയുന്ന വാത്സല്യം, കൃപ, കോപം എന്നിവയും ലീലകൾ തന്നെയാണ് ഭഗവാന്റെ. അതുകൊണ്ട് ഭഗവാന് പേര് വികർത്ത എന്ന്. ഇനി അടുത്ത നാമം ഗഹനക. സൃഷ്ടികളിൽ ഒന്നിനും അറിയാൻ കഴിയാത്തവൻ. ഭഗവാന്റെ രൂപം കാണുവാനോ കേൾക്കുവാനോ സ്പർശിക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഭഗവാന്റെ സ്വബുദ്ധി കൊണ്ട് ഭഗവാന്റെ ആ വൈദഗ്ധ്യം, പ്രവർത്തികളുടെ ഉദ്ദേശം കണ്ടുപിടിക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല. കണ്ണുകൾക്ക് കാഴ്ചശക്തിയും ബുദ്ധിക്ക് പ്രവർത്തന ശക്തിയും ചെവിക്ക് കേൾവി ശക്തിയും മനസ്സിന് സങ്കല്പശക്തിയും എല്ലാം കൊടുക്കുന്ന ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് പേര് ഗഹനക. കാണപ്പെടുവാൻ പ്രയാസമുള്ളവൻ എന്നും പറയുന്നുണ്ട്. അപ്പം ഗഹനനാണ് ഭഗവാൻ. അടുത്ത നാമം ഗുഹക, മറഞ്ഞിരിക്കുന്നവൻ. തൻ്റെ അധീനത്തിലുള്ള മായ കൊണ്ട് സ്വയം മറഞ്ഞിരിക്കുന്നതിനാൽ ഭഗവാൻ ഗുഹൻ എന്ന് വിളിക്കുന്നു. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃതഃ. യോഗമായയാൽ മൂടിയിരിക്കുന്നതിനാൽ ഞാൻ ആർക്കും പ്രത്യക്ഷമായി തീരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗൂഢോ ഗുഹാശയ സാക്ഷി മഹാപുരുഷ ഈശ്വര എന്ന് വിഷ്ണു ഭാഗവതത്തിലും, ഗുഹാശയ നിഹിത മുണ്ടകോപനിഷത്തിൽ. അപ്പം ഹൃദയമാകുന്ന ഗുഹയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നും, നിഹിതം ഗുഹായാമെന്ന് ഹൃദയമാകുന്ന ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഭഗവാൻ ഗുഹക. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥവും ഒറ്റവാക്കിലുള്ള അർത്ഥവും എന്താണെന്നൊന്ന് നോക്കാം. ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ. ജഗത്തിൻ്റെ ഉത്ഭവത്തിനായി, അതായത് ഉത്ഭവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണൻ എന്നൊരർത്ഥം. പല ചരാചരങ്ങളായി ഉത്ഭവിച്ചവൻ എന്ന് വേറൊരർത്ഥം. മൂന്നാമത്തെ അർത്ഥം ധർമ്മ സംസ്ഥാപനാർത്ഥം പല അവതാരങ്ങൾ എടുത്തവൻ. അതുകൊണ്ട് ഭഗവാൻ ഉത്ഭവൻ എന്നു പേര്. രണ്ടാമത്തെ നാമം ക്ഷോഭണക,
ക്ഷോഭിപ്പിക്കുന്നവൻ, ജീവനുകൾക്ക് ചലനം നൽകി, അതായത് ജീവജാലങ്ങൾക്ക് ചലനത്തെ നൽകി ലോകത്തെ സജീവമാക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് ക്ഷോഭണൻ എന്ന് ഭഗവാന് പേര്. അടുത്ത നാമം ദേവക, ദേവൻ, അതായത് കളിയായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നവൻ, സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥം. അടുത്ത നാമം ശ്രീഗർഭ, വിഭൂതികളെ ഉള്ളിലടക്കിയവൻ എന്നർത്ഥം. അടുത്ത നാമം പരമേശ്വര, പരമോത്കൃഷ്ടനായ ഈശ്വരൻ എന്നർത്ഥം. കരണം, വിശ്വോൽപത്തിക്ക് പ്രധാന സാധനമായവൻ. കാരണം, പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളവൻ. ഉപാദാന കാരണവും നിമിത്ത കാരണവും ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഭഗവാന് പേര് കാരണം. അടുത്ത നാമം കർത്ത, സ്വതന്ത്രമായി കർമ്മം ചെയ്യുന്നവൻ എന്നർത്ഥം. അടുത്ത നാമം വികർത്ത, വിവിധമായും വിചിത്രമായും കർമ്മം ചെയ്യുന്നവൻ എന്നർത്ഥം. അടുത്ത നാമം ഗഹനക, സൃഷ്ടികളിൽ ഒന്നിനും അറിയാൻ കഴിയാത്തവൻ, ഗഹനൻ. ലാസ്റ്റ് നാമം ഗുഹക, മായ കൊണ്ട് സ്വയം മറഞ്ഞിരിക്കുന്നവൻ, ഹൃദയ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് രണ്ടർത്ഥം. അതുകൊണ്ട് ഭഗവാൻ ഗുഹക. ഇനി ടോട്ടൽ അർത്ഥം നമുക്ക് നോക്കാം. ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര, കരണം കാരണം കർത്ത, വികർത്ത ഗഹനോ ഗുഹ. ജഗത്തിൻ്റെ ഉത്ഭവത്തിനായി പല രൂപങ്ങളെടുത്തവനും, പ്രകൃതിയിലും പുരുഷനിലും പ്രവേശിച്ച് അവയെ ക്ഷോഭിപ്പിച്ച് സൃഷ്ടികാര്യം നടത്തുന്നവനും, ആത്മാവായി പ്രകാശിക്കുന്നവനും, ലയന സമയത്ത് ഐശ്വര്യപൂർണമായ തൻ്റെ വിഭൂതികളെയെല്ലാം ഉദരത്തിൽ സൂക്ഷിക്കുന്നവനും, അത്യുത്കൃഷ്ടനായ ഈശ്വരനും, വിശ്വോൽപത്തിക്ക് സാധനമായവനും, സൃഷ്ടിയുടെ ഉപാദാന കാരണമായവനും നിമിത്ത കാരണമായവനും, ആരുടെയും സഹായം കൂടാതെ ആരുടെയും ആശ്രയമില്ലാതെ സ്വയം കർമ്മം ചെയ്യുന്നവനും, വിവിധമായും വിചിത്രമായും പ്രവർത്തിക്കുന്നവനും, കാണുവാനോ മനസ്സിലാക്കുവാനോ ആരാലും സാധിക്കാത്തവനും, യോഗമായയാൽ മറഞ്ഞിരിക്കുന്നവനും ഭഗവാൻ തന്നെ എന്നർത്ഥം. ഒരിക്കൽ കൂടി വായിച്ചിട്ട് ഒന്നുകൂടി അർത്ഥം പറയാം. ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര, കരണം കാരണം കർത്ത, വികർത്ത ഗഹനോ ഗുഹ. ജഗത്തിൻ്റെ ഉത്ഭവത്തിനായി പല രൂപങ്ങളെടുത്തവനും, പ്രകൃതിയിലും പുരുഷനിലും പ്രവേശിച്ച് അവയെ ക്ഷോഭിപ്പിച്ച് സൃഷ്ടികാര്യം നടത്തുന്നവനും, ആത്മാവായി പ്രകാശിക്കുന്നവനും, ലയന സമയത്ത് ഐശ്വര്യപൂർണമായ തൻ്റെ വിഭൂതികളെയെല്ലാം ഉദരത്തിൽ സൂക്ഷിക്കുന്നവനും, അത്യുത്കൃഷ്ടനായ ഈശ്വരനും, വിശ്വോൽപത്തിക്ക് സാധനമായവനും, സൃഷ്ടിയുടെ ഉപാദാന കാരണവും നിമിത്ത കാരണവുമായവനും, ആരുടെയും ആശ്രയം കൂടാതെ സ്വയം കർമ്മം ചെയ്യുന്നവനും, വിവിധമായും വിചിത്രമായും പ്രവർത്തിക്കുന്നവനും, കാണുവാനോ മനസ്സിലാക്കുവാനോ ആരാലും സാധിക്കാത്തവനും, യോഗമായയാൽ മറഞ്ഞിരിക്കുന്നവനും വിഷ്ണു തന്നെ. അതുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന് ചേർന്നാണ്. ഭഗവാൻ വിഷ്ണു, ഭഗവാൻ തന്നെയെല്ലാം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വിഷ്ണു സഹസ്രനാമ പഠനം അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നവരെ ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. സർവത്ര നാമസങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.